വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതുപോലൊരു സ്റ്റാർട്ടിങ് എൻട്രി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല എന്നറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു റാൻഡം യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്, ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്, റാൻഡമായിട്ട് ഈ ചാനലിൽ ഈ ഈക്കോ സ്പോർട്ടിൻ്റെ ഒരു വീഡിയോ കാണാൻ വന്നതാണെങ്കിൽ നിങ്ങളൊന്ന് എനിക്കൊരു ചെറിയ ഗ്യാപ്പ് തരണം. ഞാൻ ടൈം ലൈൻ കൊടുക്കുക, കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുക. അതല്ല, എക്സിസ്റ്റിംഗ് വ്യൂവേഴ്സാണ്, വൈ ദിസ്, നിങ്ങൾ എന്നെ ചതിച്ചു എന്നൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വരും, നമുക്ക് കയറി ഇരുന്ന് സംസാരിക്കാം. പ്ലീസ്. അപ്പോൾ ഇതുപോലൊരു എൻട്രി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ക്യാൻ എക്സ്പ്ലെയിൻ, നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും വാട്ട് ഐ ഡ്രൈവ്. പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഞാൻ കാർ ഓടിക്കാറുണ്ടോ എന്നൊക്കെ. നിങ്ങളിതുവരെ എൻ്റെ ബൈക്കിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാർ ഓടിച്ച് കുളമാക്കിയ വീഡിയോസ് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതല്ലാതെ ഞാൻ ഏത് കാർ ഓടിക്കുന്നു അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അത് തന്നെയാണ്. അതായത് ഞാൻ ഓടിക്കുന്ന ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഫോർഡിൻ്റെ ഈക്കോ സ്പോർട്ടാണ്. അതും ഞാൻ ഒരു ഫോർഡ് വിറ്റ്, അതായത് ഒരു ഫോർഡ് ഈക്കോ സ്പോർട്ട് വിറ്റ് വേറൊരു ഫോർഡ് ഈക്കോ സ്പോർട്ട് എടുത്ത ഒരാളാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ഒരു കാറിൽ എത്തിപ്പെട്ടു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്കറിയാം ചിലരെങ്കിലും വന്ന് പറയുന്നുണ്ടാവും ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, ഇത് ഞങ്ങളുടെ സ്ട്രെല്ലല്ല, ഞങ്ങളുടെ സ്ട്രെല്ല് ഇങ്ങനെയല്ല അതൊക്കെ. ബട്ട് യു ഹാവ് ടു ബെയർ വിത്ത് മീ. ഞാൻ ആക്ച്വലി ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റ് മാത്രമല്ല, വാഹനങ്ങളോട് ഇൻ ജനറൽ ആക്ച്വലി ഈ സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ഇതുവരെ ഈ ചാനലിൽ ബൈക്ക് ഷോക്കേസ് ചെയ്തെന്നുള്ളൂ. ബട്ട് സ്റ്റേ വിത്ത് ദ വീഡിയോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ ഒരു കാർ എന്തൂസിയാസ്റ്റും കൂടെ ആയി തീർന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ഓൺ ചെയ്യുന്ന ഒരു കാർ എന്ന് പറയുന്നത് ഫോർഡിൻ്റെ ഈക്കോ സ്പോർട്ടാണ്. ഓൾമോസ്റ്റ് 80,000 കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ബൈ ദ വേ ഇതല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ സ്വന്തം കാർ എന്ന് പറയുന്നത് പെട്രോൾ മോഡലാണ്. പക്ഷേ ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാനുവൽ ഡീസലാണ്, അതും ട്രെൻഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പം ഞാൻ എങ്ങനെ ഇതിനകത്ത് എത്തിപ്പെട്ടു എന്നൊക്കെയുള്ളൊരു ചെറിയൊരു കഥയാണ്. വീഡിയോ കുറച്ച് ലോങ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്, കുറച്ച് നല്ലോണം ലോങ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം എടുത്ത് കാണുക. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ടാബിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് കേട്ടാലും മതി, കാരണം അധികം കാണാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത്. അപ്പം പറഞ്ഞു വന്നത് ഞാൻ എങ്ങനെ ഇതിനകത്ത് എത്തിപ്പെട്ടു എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചാനൽ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയുന്നുണ്ടാവും, ഞാനൊരു ഹാർഡ് കോർ മോട്ടോർ സൈക്ലിസ്റ്റാണ്. അതായത് ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ആളാണ്, ഓഫ് റോഡ് ചെയ്യാറുണ്ട്, ക്രൂസേഴ്സിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 6 വർഷമായിട്ട് മലയാളത്തിലും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ ഒരു സമയത്തും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ വീഡിയോ വ്യൂസൊക്കെ ഒരു 1 lakh to 3 lakh 4 lakh ഒക്കെ പോകാറുള്ളൂ. ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, അവർ ഹൗ ദേ ആർ ഡൂയിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനൊരു വീഡിയോനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പേര് വന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോ, ഞങ്ങളിപ്പം ലൈഫിൽ സെറ്റിൽഡായി, കെട്ടിയോളും കുട്ടികളൊക്കെ ആയിട്ട് ലൈഫ് വളരെ സെറ്റിൽഡായിട്ട് പോവാണ്, ബൈക്ക് ഇപ്പോൾ ഓടിക്കുന്നില്ല, അതിലൊരു വിഷമമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവൻച്വലി ഞങ്ങളിപ്പോൾ ഒരു കാർ ഗായി ആയി മാറിയിട്ടുണ്ട്. അപ്പം എല്ലാവരെയും പോലെയൊക്കെ തന്നെ ലൈഫിൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാനും ഒരു കാറിലേക്ക് വന്ന് വിട്ട ഒരാളാണ്. അതായത് ഞാൻ ഹാർഡ് കോറായിട്ട് ബൈക്ക് ഓടിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ബൈക്കേഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ബൈക്ക് ഓടിച്ച് തുടങ്ങി ബൈക്കിൽ എല്ലായിടത്തും പോയവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാറുകൾക്കും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതുതന്നെയായിരുന്നു എൻ്റെ ഒരു പ്രശ്നം ഈ ഒരു കാർ വാങ്ങുന്നതിന് മുമ്പ്. ബൈ ദ വേ, ഞാൻ തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ് മിറേഴ്സ് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഈ 3 മിറേഴ്സ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ചെറിയൊരു ക്യാമറ ഷേക്ക് വരാൻ സാധ്യതയുണ്ട്, സോറി ഫോർ ദാറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത്, യെസ്, ഒരു ബൈക്കറിനെ ഒരു കാർ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒബ്വിയസ്ലി ഒരു സൂപ്പർ കാർ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ആക്സിലറേഷനും പഞ്ചും എല്ലാം കിട്ടും. പിന്നെ കാർ എന്ന് പറയുന്നത് മോർ കംഫർട്ട് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്കുള്ള ഒരു ഇപ്പം under 20 lakh കാറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറുകൾ വളരെ കുറവാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ബൈക്ക് വാങ്ങുന്നൊരു സമയത്ത് അയാളുടെ ചോയ്സ് ആയിരിക്കും, നമ്മുടെ ചോയ്സ് ആയിരിക്കും. പക്ഷേ കാർ വാങ്ങുന്നൊരു സമയത്ത് നമ്മുടെ ഫാമിലിയുടെ ചോയ്സ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. അത് സംഭവിച്ചിട്ടുള്ളതാണ്, എൻ്റെ കാര്യത്തിൽ അത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ സ്പോർട്ടിയായിട്ട് ഇങ്ങനെ പറക്കുന്ന കാറുകളൊക്കെ വേണം എന്ന് നോക്കുന്നൊരു സമയത്ത് വീട്ടുകാർ പറയുകടാ 4 പേര് ഇരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ 5 പേര് ഇരിക്കാനുള്ളതാണ്. ഡ്രൈവർ സീറ്റിൽ മാത്രമല്ല കംഫർട്ടും പവറൊക്കെ വേണ്ടത്, പുറകെ ഇരിക്കുന്ന ആൾക്കാർക്കും കംഫർട്ട് വേണം എന്നുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വരും. നമ്മൾ ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിട്ട് ഫൈനലി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറിൽ ഡ്രൈവർ സീറ്റിൽ ഒരു ഡ്രൈവറായിട്ട് ഇരിക്കുകയാണ് സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതിലേക്കൊന്നും പെടാതെയായിരുന്നു ഞാൻ ഒരു കാലഘട്ടം വരെ നീങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ചില വ്യൂവേഴ്സിനോട് ഞാൻ സംസാരിച്ച സമയത്തും അവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും വലിയ അടി കിട്ടിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 അല്ലെങ്കിൽ 2020 ആദ്യ ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് കോവിഡ് പണി തന്നത്. ആ ഒരു
സമയത്ത് അതുവരെ ഞാൻ ആക്ച്വലി ബൈക്കിന് മുകളിൽ തന്നെയായിരുന്നു. 2019 ഞാൻ എൻ്റെ CBR 650R വാങ്ങിയത്. ആ ബൈക്ക് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ 6 മാസം കൊണ്ട് 10,000 കിലോമീറ്റേഴ്സാണ് അതിന് മുകളിൽ ഓടിച്ചത്. എനിക്കിപ്പോഴും ഉണ്ട്, ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കോവിഡിന് തൊട്ട് മുമ്പ് ഞാൻ ഹംപി റൈഡ് ചെയ്തു. അപ്പോഴത്തേക്ക് അത് 10,000 കിലോമീറ്റേഴ്സായി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു സമയത്താണ് ഈ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം വന്നത്. അങ്ങനെ ഫസ്റ്റ് ലോക്ക്ഡൗൺ ആയി. അതിനുശേഷം എല്ലാവരും വീട്ടിൽ പോയ സമയത്ത് ഞാൻ ആക്ച്വലി ഇവിടെ ബാംഗ്ലൂർ സ്റ്റക്കായിരുന്നു. ആ ഒരു സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒന്ന് ഞാനിവിടെ സ്റ്റക്കായി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഹൈബ്രിഡ് വർക്ക് മോഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി കമ്പനികളൊക്കെ ഹൈബ്രിഡ് വർക്ക് മോഡോ അങ്ങനെ എന്താ പറയുക ഓഫീസിലേക്ക് വരേണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ഹൈബ്രിഡ് വർക്ക് മോഡ് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനി എങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകേണ്ടി വന്നത്. ഫേസ് മാസ്കും ചിലപ്പോൾ ഗ്ലൗസും വേണേൽ PPE കിറ്റ് വരെ ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആൽപ്പൻ സ്റ്റാസിൻ്റെ ജാക്കറ്റും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോവാന്ന്. ബട്ട് അത് കുറച്ച് ഹാർഡായിരുന്നു. അപ്പം അന്നൊക്കെ എല്ലാ ദിവസവും പോകേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 1-2 ദിവസം പോയാൽ മതി. അപ്പം ഞാൻ കോഴിക്കോടായ സ്ഥിതിക്ക് കോഴിക്കോട് ബാംഗ്ലൂർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹൈവേ ആണ്, ഓടിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ബട്ട് ഇവൻച്വലി വാട്ട് ഹാപ്പൻഡ് ഇസ്, ഞാൻ ബൈക്ക് എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊരു ഭയങ്കര സേഫ്റ്റി സെക്യൂരിറ്റി കൺസേൺ ആയിരുന്നു. കാരണം അപ്പം വാക്സിൻസ് ജസ്റ്റ് വന്ന കാലഘട്ടം, നമ്മൾ ജീവിക്കുമോ മരിക്കുമോ ഒന്നും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. അത് കോവിഡ് എത്രത്തോളം ഹാർഡാണ് എന്ന് നമുക്ക് അറിയാത്തൊരു കാലഘട്ടം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ ഭയങ്കര കൺസേൺ ആയി. അവർ പറഞ്ഞു, എടാ നീ ഈ ബൈക്കും എടുത്ത് പോകുന്നതൊന്നും മാറ്റി നിനക്ക് ഏതെങ്കിലും ഒരു കാർ എടുത്തൂടെ. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ആൻഡ് ബാക്ക് ടു ബാംഗ്ലൂർ ചെയ്യുന്ന ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ബൈക്കിൻ്റെ മുകളിൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റായിട്ട് ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് നമ്മൾ സേഫായിട്ടുള്ള സ്പീഡിൽ പോലും ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് കാർ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണം. അപ്പം എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കാർ ഇല്ല എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ വന്നൊരു സമയത്താണ് ഞാൻ കാർ വാങ്ങാൻ ഫോഴ്സ്ഡ് ആയത്. പക്ഷേ ഈ കഥ തുടങ്ങുന്നത് ഇവിടെ ഒന്നുമല്ല, ഈ കഥ തുടങ്ങുന്നത് ഇതിനു മുൻപാണ്. അതായത് ജോലിയൊക്കെ കിട്ടി ബാംഗ്ലൂരൊക്കെ വന്നൊരു സമയത്ത് ജനറലി നമ്മൾ ചെയ്യുന്നതാണ്, അതായത് ഫുൾ ടൈം ബൈക്കിൽ തന്നെയാണ് ട്രിപ്പൊക്കെ അടിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഫാമിലിയൊക്കെ വന്നിട്ട് പറയാം, എടാ നീ ബാംഗ്ലൂരല്ലേ, ഞങ്ങൾക്കും കൂടെ ഒന്ന് ബാംഗ്ലൂരൊക്കെ കാണുന്നുണ്ട്, നീ വാന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാർ റെൻറ്റിന് എടുക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാറുകളിലെ എക്സ്പീരിയൻസ് കിട്ടും. ഇന്ന് കാർ റെൻറ്റിനെടുത്ത് 2000-3000 കിലോമീറ്റർ ഇത്ര ദിവസത്തിൽ ഓടിച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പണ്ട് പല കാറുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, സൂം കാർസ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ റെൻറ്റ് ചെയ്ത് കാർ ഓടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ റെൻറ്റ് ചെയ്ത് ഓടിച്ചൊരു കാറാണ് ഹോണ്ടയുടെ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹോണ്ട സിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇൻഫാക്റ്റ് വീട്ടിലൊരു ഹോണ്ട സിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അതും ഇതുപോലെ ഒരു വണ്ടി ഓടിച്ച് വാങ്ങിയതാണ്. അത് പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലെ ആൾക്കാരുടെയും കൂടെ ഒരു അഭിപ്രായം മാനിച്ചിട്ടാണ് അന്ന് വാങ്ങിച്ചത്. അപ്പം അതിൽ എനിക്ക് ചെറിയൊരു പൊടി അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ, ഏത് കാറ് വാങ്ങണം എന്നുള്ളത് ഒരു ഡീറ്റെയിലിൽ. അങ്ങനെ പല ഹോണ്ട കാറുകളും മാരുതിയുടെ കാറുകളും അങ്ങനെയൊക്കെ റെൻറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ നോക്കിയപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കാറുകളൊന്നും കിട്ടാഞ്ഞപ്പം എനിക്കൊരു തവണ ഫോർഡിൻ്റെ ഫീഗോ എന്ന് പറഞ്ഞ കാറ് കിട്ടി. അപ്പോൾ അന്നേ വരെ ഫോർഡിൽ എനിക്ക് വലിയ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. അത് ഫ്രണ്ട്സിൻ്റെ കയ്യിലൊന്നും ഫോർഡില്ല. അപ്പോൾ ഫോർഡ് കമ്പനിയെ കുറിച്ച് തന്നെ അറിയില്ല. അപ്പം ഫോർഡിനെ കുറിച്ച് ജനറലായിട്ട് ഒരു ഫീഡ്ബാക്ക് വെച്ച് കഴിഞ്ഞാൽ, എടാ അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കാറാണ്, അതർവൈസ് ആൾക്കാരെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ആകെ കൂടെ അറിയുന്നത് ഫോർഡ് ഐക്കൺ ഓടിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പരിചയമുള്ള. ആ ചേട്ടനാണെങ്കിൽ നമുക്ക് ആർക്കും കാർ തരാറില്ല. അതായത് കാറിൽ ഇപ്പോൾ പോകുന്ന ഒരു സമയത്തും ചേട്ടൻ പറയും, എടാ പഴയ വണ്ടിയാണ് ഞാൻ ഓടിച്ചോളാം. അപ്പം നമ്മൾ പൊതുവേ പഴയ വണ്ടി ആവുന്ന സമയത്തല്ല ബാക്കി ആൾക്കാർക്ക് ഓടിക്കാൻ കൊടുക്കുക. ഓ ഈ നാശം എങ്ങനെയാണ് ഓടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പഴയ വണ്ടി ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെയല്ല, ഈ ചേട്ടൻ ആ വണ്ടി എപ്പോഴും ഓടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ചേട്ടൻ പഴയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നുണ്ടല്ലോ. അതർവൈസ് എനിക്കും ഫോർഡുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഈ ഫോർഡിൻ്റെ ഫീഗോ, അതൊരു ഡീസൽ കാറായിരുന്നു, 1.5 ലിറ്റർ ഡീസൽ. അതെടുത്ത് ഞാൻ ആ ട്രിപ്പ് ആക്ച്വലി ചെന്നൈന്നാണ് തുടങ്ങുന്നത്. ഞാൻ ചെന്നൈ പോയി ട്രെയിൻ ഇറങ്ങി അവിടുന്ന് കാറെടുത്ത് എനിക്ക് അവിടുന്ന് ചെന്നൈ, അതായത് തമിഴ്നാട് ടു ഒരു ആന്ധ്ര ഒരു സർക്യൂട്ട് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെ വെച്ചിട്ട്. അപ്പം ബേസിക്കലി നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കാറിൻ്റെ റെൻറ്റ് മാത്രം എടുത്താൽ മതി, കാർ ഞാൻ ഓടിച്ചോളാം. അപ്പോൾ എനിക്ക് കാർ ഓടിക്കാനുമായി റെൻറ്റ് അവർ കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പോവാറ്. അങ്ങനെ ഈ ഫോർഡ് ഫീഗോ എടുത്ത് ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് ഓടിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു വേറെ ലെവൽ കാറാണ്. അതായത് ആദ്യം ഞാൻ ആ കാറിൽ ഇരുന്ന് ജസ്റ്റ് റെൻറ്റഡ് കാറായിരുന്നു. ആദ്യം ആ കാറിൽ ഇരുന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാറാണല്ലോ, അതായത് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ കുറച്ച് ടൈറ്റ് ആണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ചൊന്ന് ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റോഡിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗിൽ അറിയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ റോഡിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ സ്റ്റിയറിംഗ് വഴി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ടീവ് ആവുന്നുണ്ട്. ഞാൻ ആ കാറിൽ തറലി ഇമ്പ്രസ്ഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇമ്പ്രസ്ഡ് ആയി. അന്നേ വരെ ഫോർഡിൻ്റെ വണ്ടികൾ ഓടിക്കാത്ത ഞാൻ ആ വണ്ടി ഓടി സത്യം പറഞ്ഞാൽ ഞാനൊരു ഫോർഡിൻ്റെ ഒരു ഫാനായി തന്നെ വേണം പറയാം. അതിലുള്ള ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ആന്ധ്ര സൈഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി നല്ല റോഡാണ്. എനിക്ക് തോന്നുന്നു ഞാൻ
120 ആ ഒരു ഇതിലൊക്കെ ക്രൂസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സമയത്ത് അതെനിക്ക് തോന്നുന്ന ഒരു ഇടക്കാല മഴയുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറൊക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടും. അപ്പോൾ റോഡിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടേൺ എടുക്കുന്ന ഒരു സമയത്ത് റൈറ്റ് സൈഡിലൊരു വാട്ടർ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല. ഞാൻ വന്ന സമയത്താണ് അതൊരു ചെറിയൊരു ഏരിയ ആണെന്ന് മനസ്സിലായത്. അപ്പം എൻ്റെ റൈറ്റ് ഫ്രണ്ട് ടയറും റൈറ്റ് റെയർ ടയറും ഈ പറയുന്ന പടിൽ കൂടെ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വല്ല കാറ് വരുന്നെങ്കിൽ അപ്പം തന്നെ തീർച്ച എവിടെയെങ്കിലും എത്തേണ്ടതായിരുന്നു. വാട്ട് ഇറ്റ് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഞാനത് ശരിക്കും അറിഞ്ഞു. എൻ്റെ സ്റ്റിയറിംഗ് ലൈറ്റായി, മൊത്തത്തിൽ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്കിൻ്റെ ഒരു അവസ്ഥയിൽ വരെ പോയി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ടയറും അവിടെ ഉണ്ടായിരുന്ന ടയറും കംപ്ലീറ്റ് ആയിട്ട് ഗ്രിപ്പ് ചെയ്ത് ഞാൻ വിചാരിച്ച പോലെ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് കാറുകളിൽ വേറെ ലെവലാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ആ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ വണ്ടിയിലുള്ള ബാക്കി എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അവരൊന്നും അറിഞ്ഞ പോലും ഇല്ല ഇങ്ങനെ സംഭവം നടത്തി. ഞാൻ അവിടെ നിർത്തിയതിന് ശേഷം അവിടെ ഒരു തെങ്ങുന്തോപ്പ് ഉണ്ടായിരുന്നു. ആ തെങ്ങുന്തോപ്പിൽ പോയി ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കാം, നിനക്ക് ചായ കുടിക്കുന്ന സ്ഥലത്തൊക്കെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ച് എന്നെ ചൊറിയാനൊക്കെ തുടങ്ങി. അപ്പം ആന്ധ്ര ഹൈവേസ് ഒക്കെ അങ്ങനെയാണ്, അതായത് എവിടെയും അങ്ങനെ ഭക്ഷണമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവർക്കറിയില്ലല്ലോ ഞാൻ ഇതുപോലൊരു സംഭവത്തിൽ പോയി. അതായത് എനിക്ക് ആ മൊമെൻറ്റ് ഞാൻ റിക്കവർ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ആ ഒരു സിറ്റുവേഷനിൽ ആ കാർ അതുപോലെ ഹാൻഡിൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കാർ ടോപ്പിൾ ചെയ്യും. ഒരു പക്ഷേ എന്നല്ല, ആ കാർ എന്തായാലും ടോപ്പിൾ ചെയ്യുമായിരുന്നു മൾട്ടിപ്പിൾ ടൈംസ്. അതിനുശേഷം അതിനകത്തുള്ള ആൾക്കാർക്ക് എന്തും പറ്റുമായിരുന്നു, ആ ഒരു ലെവലിലായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് ആരോടും പറയാനും വയ്യ. കാരണം ഒബ്വിയസ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ റെൻറ്റിനാണ് പോകുന്നത്. ഞാൻ ഈ കഥയും കൂടി അവരുടെ അടുത്ത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇല്ല കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫുള്ള് ട്രെയിനിലേക്കോ അല്ലെങ്കിൽ ബസ്സിലേക്കൊക്കെ ആകും. ബസ്സാണ് എനിക്ക് തീരെ പറ്റില്ല. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വോമിറ്റ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ആ ട്രിപ്പ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 2000 to 3000 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞോടെ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. അതായത് ഫോർഡിൻ്റെ ഫീഗോ എന്ന് പറയുന്ന ഒരു കാർ നെക്സ്റ്റ് ലെവൽ കാറാണെന്ന് മനസ്സിലായി. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ കോവിഡിന് മുമ്പാണ്. അപ്പോൾ ഈ കോവിഡ് വന്ന് കാറ് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നൊരു സമയത്ത്, അതായത് വീട്ടുകാരുടെ സജഷൻസ് ഒക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ കാർ തപ്പുന്ന ഒരു സമയത്ത് ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഫോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് അടിച്ചതും ഈക്കോ സ്പോർട്ട് എന്ന് ഗൂഗിൾ ചേച്ചി എന്നോട് തന്നെ സജസ്റ്റ് ചെയ്തു തന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഗൂഗിൾ ആൻറ്റി ഒരു ഉപകാരമുള്ളൊരു കാര്യം അതിലേക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫീഗോ സെർച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫോർഡ് ഈക്കോ സ്പോർട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തു, കുറേ മോഡൽസ് കണ്ടു. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് വേഗം ഞാൻ OLX കയറി. കാരണം ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണ് എടുക്കുന്നത് അന്ന് തീരുമാനിച്ചതാണ്. കാരണം എനിക്ക് തന്നെ ഉറപ്പില്ല ഞാൻ ഈ കാർ കീപ്പ് ചെയ്യുന്നു. ബിക്കോസ് ഇഫ് ഇറ്റ്സ് നോട്ട് ഇൻട്രസ്റ്റിംഗ് ഐ എം ഗോണ സെൽ ദാറ്റ് കാർ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു പെട്രോൾ കാർ എടുക്കാം, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മതി, അത്ര മതി. എനിക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാനും തോന്നുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കാർ നോക്കിയത്. ഫോർ മൈ സർപ്രൈസ് ഞാൻ നോക്കിയൊരു സമയത്ത് ഒരു പെട്രോൾ കാർ കണ്ടു. അപ്പം അൺലൈക്ക് എവറി അതർ മോഡൽ ഓഫ് ഫോർഡ് കാർ, കുറച്ച് പഴയ കാറായിരുന്നു. അത് കുറച്ച് പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജനറേഷൻ 1. അപ്പോൾ ഞാൻ നോക്കിയപ്പം OLX ആഡ് കണ്ടപ്പം ഞാൻ ആ OLX ആഡ് ഒന്നും കൂടെ നോക്കിയ സമയത്ത് പെട്രോൾ 1 ലിറ്റർ, അപ്പോൾ എന്തോ ഈക്കോ ബൂസ്റ്റ് എന്നെന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി ആ വണ്ടി കയറിയിരുന്നു. അതായത് ഈക്കോ സ്പോർട്ട്. ഇതൊരു ഈക്കോ സ്പോർട്ടാണ്. ഇത് പക്ഷേ 1.5 ലിറ്റർ ഡീസലാണ്. ഞാൻ അതിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്ക് വേണ്ട കാർ. കാരണം അന്ന് ഞാൻ ആ ഫീഗോയിൽ എക്സ്പീരിയൻസ് ചെയ്ത ആ ഹാൻഡ്ലിങ്ങും വേറൊരു രീതിയിലുള്ളൊരു പവറും. അപ്പം ഞാൻ വിചാരിച്ചു 1 ലിറ്റർ അല്ലേ, 1 ലിറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാറായിരിക്കാം. അതായത് പെർഫെക്റ്റ്ലി ഞാൻ വേറെ റിവ്യൂസോ ഒന്നും നോക്കാതെയാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു മൈൻഡ് തന്നെ എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾസ് മതി, അധികം ഓടിക്കാൻ പോകുന്നില്ല ഈ കാർ എന്നുള്ളൊരിതിലാണ്. ആ കാർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് മൈ കാർ, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം ഹാൻഡ്ലിങ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉണ്ട്. പിന്നെ എന്തോ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേറെ എന്തോ ഒരു സംഭവമാണ് അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ കാർ ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണല്ലോ കാണിക്കുക. അപ്പോൾ ഞാൻ ഒരു ഫോർഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഒരു മാസം ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ആ കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ കാർ ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു പുഷ് 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 എന്നുള്ളൊരു ശബ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ സെക്കൻഡ് ഓണറാണ്, ഇതിൻ്റെ അകത്തുനിന്നൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് പറയുന്നത്. അപ്പോൾ മിസ്റ്റർ നിങ്ങളിതൊരു പെട്രോൾ ടർബോ ഓടിച്ചിട്ടില്ലേ, ഇത് 1 ലിറ്റർ ടർബോ ആണ്, അതുകൊണ്ടാണ് ഇത് ഈക്കോ ബൂസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇത്രയും ചെറിയ കാറിലൊക്കെ ഇങ്ങനത്തെ ശബ്ദമൊക്കെ വരുമെന്ന്. അപ്പോൾ പെട്രോൾ ആവുന്ന സമയത്ത് നമുക്ക് ടെർബോൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, അത് ആ ടെർബോൻ്റെ സൗണ്ടാണ്. പിന്നെ വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡർ ക്ലച്ച് ആയിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ മിനിമം യൂസിന് എപ്പോഴെങ്കിലും നാട്ടിലേക്ക് പോകാൻ വേണ്ടി മാത്രം വാങ്ങിയ ആ കാറ് ഞാനൊരു ഇയർ അല്ലെങ്കിൽ 1.5 ഇയർ കൊണ്ട് 50,000 കിലോമീറ്റേഴ്സ് ഓടിച്ചു.
ഞാൻ പിന്നെ എൻ്റെ ഒരുപാട് ട്രിപ്പ് ഞാൻ അതിനകത്താണ് ചെയ്തത്. നിങ്ങൾ ഈ ചാനൽ ആക്ച്വലി റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം, കോവിഡ് കഴിയുന്നവരെ ഞാൻ ബൈക്സിനകത്തുള്ള ഒരുപാട് ട്രിപ്പ് വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഇടാറുണ്ട്. ഒരുപാട് നല്ല കുറച്ച് ട്രിപ്പ് വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഈടെയായിട്ട് ഞാൻ ഒന്നും ഇടാറില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ കാറിലാണ് കൂടുതലും പിന്നെ ട്രിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒബ്വിയസ്ലി സേഫായിട്ട്, അതായത് കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി കാറായിരുന്നു സുഖം. ഇതിനകത്തെല്ലാം എടുത്തിട്ട് അങ്ങ് പോയാൽ മതി. ബൈക്കിനെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ ഒന്ന് രാത്രി കിടന്നുറങ്ങണം തന്നെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്നുറങ്ങാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ ആയിരുന്നു. അങ്ങനെ മിനിമൽ യൂസേജിന് വാങ്ങിയ ആ കാറ് ഞാൻ 50,000 കിലോമീറ്റേഴ്സ് ഇൻ അനദർ 1.5 ഇയർ ഞാൻ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളെ ഫോർഡ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പം ഫോർഡ് എക്സിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം സർവീസ് സെൻറ്ററിലേക്കാണ് വിളിച്ചത്, അതായത് ഷോറൂമിലേക്കാണ് വിളിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ചോദിച്ചു, ഇവൻ പാവം പാനിക് സെല് ചെയ്യാൻ പോവാണ്, ഈക്കോ സ്പോർട്ട് ഇപ്പോൾ വിൽക്കും. നോ, ദേ വർ റോങ്. ഞാൻ ആദ്യം വിളിച്ചു ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ വല്ല എൻഡവറും കൊടുക്കാനുണ്ടോ? ഒരു 5-10 ലക്ഷം ഡിസ്കൗണ്ടിനാണെങ്കിൽ പോലും ഞാൻ എടുത്തോളാം, എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടല്ല. അങ്ങനെ പറഞ്ഞ സമയത്താണ് അവിടെ ഷോറൂമിലെ ചേട്ടൻ പറഞ്ഞത്, അതെ എൻഡവർ വാങ്ങാനുള്ള ആൾക്കാരുടെ ക്യൂ പുറത്ത് നിൽക്കുന്നുണ്ട്, എൻഡവർ മൊത്തം പോയിട്ടുണ്ട്, ഈക്കോ സ്പോർട്ടും പോയിരിക്കുകയാണ്, വേറെ വണ്ടികളൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർഡ് എക്സിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ചിന്തിച്ച ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ റിയലി ഡോണ്ട് കെയർ അബൌട്ട് ദി കമ്പനി എക്സിസ്റ്റ് ഓർ നോട്ട്. പക്ഷേ എനിക്ക് ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് എന്നുള്ള ലെവലിൽ എനിക്കൊരു നല്ല കാർ മിസ്സാവുകയാണെന്നുള്ളൊരു ഫീൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോയി എൻഡവർ ചെക്ക് ചെയ്ത് കിട്ടുമോ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാനത് വിട്ട് കളഞ്ഞു. അപ്പം വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഈ കാറുമായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരു പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചൊന്ന് അത്ലറ്റിക് ആയിട്ടുള്ള ആളാണ്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കും. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാർക്കറിയാം ഈ കാലിന് നല്ല പണി കിട്ടും, അതായത് എസ്പെഷ്യലി മുട്ടിന് ലിഗമെന്റ് ടയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ 1-2 ഇഞ്ചുറീസൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോർഡിൻ്റെ ക്ലച്ച് ഭയങ്കര ടൈറ്റാണ്. ആ ഒരു ക്ലച്ച് ഉപയോഗിച്ച് അതായത് മാനുവലായിരുന്നു അത് ഉപയോഗിച്ചിട്ട് എൻ്റെ കാലാകെ ലെഫ്റ്റ് ലെഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ ഹൈവേയിൽ കുറച്ച് ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ദൂരം എനിക്ക് വണ്ടി ഇങ്ങനെ ക്ലച്ച് ബാലൻസ് ചെയ്ത് കുറേ ഓടിക്കേണ്ടി വന്നു. ഇതുപോലെ ഒന്നും ആയിരുന്നില്ല അത് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ തീരുമാനിച്ചു, കാരണം ഇതുപോലൊരു ക്ലച്ചുള്ള വണ്ടി ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാലിന് സീനാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം വീണ്ടും അത് വേറെ ഒരു പ്രശ്നമാവുമല്ലോ എന്ന്. അങ്ങനെ ആ ഈക്കോ സ്പോർട്ട് വിറ്റ് രണ്ടാമത് ഒരു 1.5 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വാങ്ങിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ഫോർഡ് ഈക്കോ സ്പോർട്ട് വിറ്റ് ഒരു ഫോർഡ് ഈക്കോ സ്പോർട്ട് വാങ്ങിയ ഒരാളാണെന്ന്. ആ പുതിയ വണ്ടി വാങ്ങിയതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് 30,000 കിലോമീറ്റേഴ്സ് അതിൻ്റെ മുകളിൽ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. അപ്പം അന്ന് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇത് വീണ്ടും എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു ഓക്കെ അഗൈൻ പെട്രോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്രോൾ വാങ്ങി 1.5 ലിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ഇറ്റ് കംസ് വിത്ത് ടോർക്ക് കൺവെർട്ടർ സിസ്റ്റം. അങ്ങനെ വാങ്ങിച്ച ഒരു കാറാണ്. ഇതാണ് ഞാൻ ഫോർഡ് ഓൺ ചെയ്യുന്ന ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനലിൽ കൂടുതലും ബൈക്കുകളെ കുറിച്ചിട്ടാണ് റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഈ ഒരു കാറിൻ്റെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറാണ് എടുത്തിരിക്കുന്നത്. ഇത് വേറെ ലെവൽ മോഡിഫൈഡ് ആയിട്ടൊക്കെയുള്ള ഒരു കാറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിംഗ് മോഡിഫൈഡ് ആയിട്ട്. ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുള്ള ആ പാനൽ കണ്ടാൽ അറിയാം ഇത് എവിടേക്കൊക്കെ പോയിട്ടുണ്ടെന്നും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1,11,000 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ 1.11 ലാക്ക് കിലോമീറ്റർ ഓടിയൊരു കാറാണെങ്കിലും എനിക്ക് ഈ കാറ് ഇപ്പം എൻ്റെ കാറാണെങ്കിലും ഞാൻ അതിനു മുമ്പ് വളരെ കിലോമീറ്റേഴ്സ് കുറഞ്ഞ കാറാണെങ്കിലും ഇതും തമ്മിൽ എനിക്ക് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും റിലയബിലിറ്റിയും ആണ് അത് കാണിക്കുന്നത്. കാരണം ഇതിനിപ്പോൾ ആകെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലച്ച് കുറച്ചുകൂടെ ഹാർഡാണ്. കാരണം ഇതിൻ്റെ മുകളിൽ വാങ്ങിച്ചതിന് ശേഷം ക്ലച്ച് മാറ്റിയിട്ടില്ലെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ആലോചിക്കണം. 1.11 ലാക്കാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം റിലയബിലിറ്റി ഉള്ള ഒരു കാറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഡ്രൈവ് ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ ഫോർഡ് എടുത്തൊരു സമയത്ത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഞാൻ ഒരു കാറോട് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പോളോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാറാണ്. അപ്പോൾ അതിൻ്റെ DCT ഓടിച്ചു, പോളോ GT ഓടിച്ചൊരു സമയത്ത് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരൊറ്റ സംഭവം മാത്രം എന്നെ സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് ഈക്കോ സ്പോർട്ടിൽ നിന്ന് എനിക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ക്യാബിൻ സ്പേസ് തീരില്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതായത് ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഹെഡ് സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. അത് ഓൾറെഡി ഈക്കോ സ്പോർട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ വേറെ ഒരു കാറും ഓടിക്കാതെ അത് ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. പിന്നെ ഞാൻ ഈ ഒരു കാറ് ഹൈവേയിൽ ഓടിക്കുന്ന ഒരു സമയത്ത്, ഇതൊക്കെ ലീഗലായുള്ള കാര്യമല്ല എന്നാലും ഞാൻ പറയാം, ഈ ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് മറ്റേ ഈക്കോ ബൂസ്റ്റ് ആയ സമയത്ത് 150 എന്ന് പറയുന്നത് പുട്ടുപോലത്തെ സ്പീഡാണ്. 170 വരെയൊക്കെ കയറിയിട്ടുണ്ട്. അതിന് മേലെ കയറും എന്നാണ് കേൾക്കുന്നതും. ഇപ്പോഴത്തെ പുതിയ ഓട്ടോമാറ്റിക് 1.5 ലിറ്റർ ഡ്രാഗൺ എഞ്ചിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു 120 to 140 ആണ് ക്രൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് 120-140 ഹൈവേയിൽ ഭയങ്കര ഈസി ആയിട്ട് ഒരു ടൂറിംഗ് കാറാണ്.
ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കാറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല കുറച്ചൊക്കെ സിറ്റിയിൽ ഞാൻ ഓടിക്കാറുണ്ട്. ഞാൻ ഒത്തിരി സിറ്റിയിൽ ഓടിക്കാറില്ല, കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ETA ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബൈക്കാണ് സിറ്റിയിൽ ഉപയോഗിക്കാറ്. പക്ഷേ സിറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് ഈ കാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് ബാക്കി ഈ പറഞ്ഞ പോലെ SUVസും മിനി SUVസിലൊക്കെ ഉള്ള അതേ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് ക്ലിയറൻസ് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിന് ടേണിംഗ് റേഡിയസ് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് എനിക്ക് തോന്നി. അതായത് പെട്ടെന്ന് യൂ ടേൺ നമുക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു റോഡൊക്കെ ആണെങ്കിൽ, അതായത് ഇതുപോലത്തെ ഒന്ന് ഉദ്ദേശിച്ച് ഇതിപ്പോൾ 2 ആയിരുന്നെങ്കിൽ നമുക്ക് യൂ ടേൺ എടുക്കാൻ ഒരുപാട് തവണ ബാക്ക് ആൻഡ് ഫോർത്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഒരൊറ്റ അടിക്ക് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആകെ കൂടെ പ്രശ്നം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ കാറിൽ ഞാൻ ഉപയോഗിക്കുന്നത് 17 ഇഞ്ചിൻ്റെ റിംസാണ്. അപ്പം അത് ചില വേരിയൻറ്റിന് മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങളും അതും കൂടെ നോക്കുക. 17 ഇഞ്ച് വീൽസ് വരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഒരു ലുക്ക് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീല് കുറച്ചുകൂടെ വലുതായി തോന്നും. പക്ഷേ സൈഡ് പ്രൊഫൈൽ ഭയങ്കര ചെറുതാണ്. ആ പ്രൊഫൈൽ കൊണ്ട് ഹൈ സ്പീഡിൽ പോയിട്ട് ഒരു കുഴി ചാടിയേ തീരാവുന്നുള്ളൂ. എൻ്റെ ടയർ ഒരു തവണ പൊട്ടിയതാണ്. ഐ എം നോട്ട് ജോക്കിങ്, ഒരു തവണ ഓടിക്കുന്നതിനിടയിൽ പൊട്ടിയതാണ്. ഈ വണ്ടിയിൽ പോകുന്നത് 16 ഇഞ്ച് വീൽസാണ്. അതർവൈസ് ഒരു എന്താ പറയുക, കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഓടിക്കാൻ പറ്റിയ ഒരു കാർ തന്നെയാണിത്. പിന്നെ ഇൻ ജനറൽ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാറിന് പല വേരിയൻസ് വരുന്നുണ്ട്. അതായത് ആംബിയൻറ്റ്, ട്രെൻഡ്, ടൈറ്റാനിയം പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കി വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് 6 എയർ ബാഗ് ഉള്ളൊരു കാർ നോക്കാനാണ്. കാരണം എൻ്റെ ഒരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അതായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇക്കോസ്പോർട്ടിലും രണ്ടാമത്തെ ഇക്കോസ്പോർട്ടിലും 6 എയർ ബാഗ് എന്ന് പറയുന്ന മാൻഡേറ്ററി ആയിരുന്നു. പിന്നെ ഞാനും സീറ്റ് ബെൽറ്റ് ഫുൾ ടൈം ഉപയോഗിക്കും. കോ പാസഞ്ചറിന് മാത്രമല്ല ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കും ഞാൻ സീറ്റ് ബെൽറ്റ് മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. അതിപ്പോൾ എൻ്റെ വീട്ടിലെ പേരൻസ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ കൂടെ കാറിലിരിക്കണമെങ്കിൽ കാറിൽ കിടന്ന് ഉറങ്ങുകയായിരിക്കും ചെയ്യുക. ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ചെയ്യുക. ഓൾറെഡി എല്ലാ എയർ ബാഗ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു സേഫ്റ്റി കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ യൂസ് സീറ്റ് ബെൽറ്റ്, അതല്ലെങ്കിൽ എൻ്റെ കൂടെ കാറിൽ വരണ്ടെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും 6 എയർ ബാഗ് യൂണിറ്റുള്ള കാറുകൾ നോക്കുക. പിന്നെ സ്റ്റൈലിംഗ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈക്കോ സ്പോർട്ടിൻ്റെ സ്റ്റൈലിംഗ് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ന്യൂട്രൽ ഫീലാണ്. അതായത് ഭയങ്കര ഗുഡ് ലുക്കിംഗ് കാർ എന്നൊന്നും പറയാനില്ല. പക്ഷേ ഈ കാർ കാണാൻ നല്ല ലുക്കുണ്ട്, അത് ഡെഫിനറ്റായിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയാവുള്ളൂ. കാരണം ആ ഒരു ടോപ്പ് ബോക്സും സെറ്റപ്പൊക്കെ വന്നതുകൊണ്ട് ഈ ബോക്സ് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈവൻ ഒരു 120 വരെയൊക്കെ ഒരു പ്രശ്നമൊന്നുമല്ല. 140 എത്തുന്ന സമയത്ത് ഒരു ബൂ എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതർവൈസ് വേറെ എല്ലാം സാധനങ്ങളൊക്കെ ഭയങ്കര സ്റ്റേബിളാണ്. അപ്പോൾ ലുക്സ് കുറച്ച് ഡിബേറ്റബിളാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈറ്റാനിയം പ്ലസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണലി ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പം നൈറ്റ് യൂസേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാണ്. കാരണം ഡോറ് തുറക്കുന്ന സമയത്ത് മിററിനടിയിൽ നിന്ന് ലൈറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഉള്ളിൽ വെല്ലിറ്റാണ്. അതായത് റെയർ സീറ്റിൻ്റെ സൈഡിലും ലൈറ്റ്സ് ഉണ്ട്, ഇവിടെയും ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഒബ്വിയസ്ലി ലൈറ്റ് വരും. പിന്നെ ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്. ഗ്ലബ് ബോക്സിനകത്ത് ലൈറ്റ്സ് വരും, ബൂട്ടിനകത്ത് ലൈറ്റ്സ് വരും. പിന്നെ വേറൊരു കാര്യം എന്താ, രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഫോഗ് ലാംപ്സും ഹെഡ് ലാംപ്സും ഹൈ ബീമും എല്ലാം കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മോഡേൺ കാർസിൽ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ലൈറ്റ്സ് ഒന്നും അല്ല ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെഡ്ലൈറ്റ് വേറെ ഇടേണ്ടി വരുമായിരിക്കും, വൈറ്റ് ലൈറ്റൊക്കെ. പക്ഷേ ഇടുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള വൈറ്റ് ലൈറ്റ്സുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇതിനകത്ത് ഹാലജൻ ബൾബ്സാണ് വരുന്നത്. മോശമല്ല. 80 ക്രൂസ് ചെയ്യാനാണെങ്കിൽ യെസ് ഇറ്റ് ഈസ് ഓക്കെ. അതിൻ്റെ മേലെയാണെങ്കിൽ ഞാൻ അത്രത്തോളം കോൺഫിഡൻ്റ് അല്ല ഈ ഒരു ലൈറ്റ് വെച്ച് രാത്രിയൊക്കെ ഓടിക്കാനാണെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ 80ൻ്റെ മേലെ എന്ന് പറയുന്നത് വലിയൊരു ക്രൂസിങ് സ്പീഡല്ല നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത്. പക്ഷേ സിറ്റി യൂസിനൊക്കെ കുഴപ്പമില്ല. ഏറ്റവും വലിയ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരുത്തൻ ഹെഡ്ലൈറ്റും വെച്ച് വന്നു കഴിഞ്ഞാൽ, അതായത് വൈറ്റ് ലൈറ്റും വെച്ച് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. പിന്നെ ഒരു വക കാണില്ല. പിന്നെ ഡ്രൈവബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആദ്യമായിട്ട് ഇപ്പോൾ ഒരാൾ ഇതിനകത്ത് കയറി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ A-പില്ലറാണ്. ഈ A-പില്ലർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പില്ലർ പോലെ അവിടെ നിൽക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു കള്ളനെ ഒളിച്ചിരുന്നാൽ പോലും അറിയില്ല. ജസ്റ്റ് ജോക്കിങ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A-പില്ലർ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും ഒരു സ്കൂട്ടറുകാരനെ മിസ്സാവേണ്ടായിരുന്നു. ജസ്റ്റ് കാർ ഓടിച്ച് പഠിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ A-പില്ലർ കുറച്ചുകൂടെ സ്കെയർ ചെയ്യാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതല്ലാതെ നോക്കുകയാണെങ്കിൽ കാറിലെ കംഫർട്ട് അത്യാവശ്യം നന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഓടിക്കുന്ന ടൈറ്റാനിയം വേരിയൻ്റിനകത്തൊക്കെ വരുന്നത് ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് സിന്തറ്റിക് ആണ് കാണുന്നത്. അതല്ലാതെ ഡ്രൈവർ കംഫർട്ട് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ കാർ എനിക്ക് ഇൻ ജനറൽ ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ടോളർ ആയിട്ടുള്ള ആൾക്കാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളതാണ് സീറ്റിംഗ് ടു പെഡൽ പൊസിഷൻ എന്നുള്ളത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളാണ്. ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ഇതിനകത്ത് വളരെ കംഫർട്ടബിൾ ആണ്. അതായത് ഞാൻ മാനുവൽ ഓടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ക്ലച്ച് യൂസ് ചെയ്യുമ്പം ക്ലച്ച് ഹാർഡർ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ചാടി ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതായത് നല്ലോണം അമർത്തി ചവിട്ടുന്ന ഒരു സമയത്ത് എനിക്ക് റീച്ചബിലിറ്റി കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് ആ ഒരു പ്രശ്നമില്ല. കാരണം ആക്സിലറേറ്റർ ആയാലും ബ്രേക്ക് ആയാലും നമുക്ക് ആ റീച്ചബിലിറ്റി പ്രോബ്ലം അല്ല. ക്ലച്ചിലാണ് ആക്ച്വലി വരിക. ക്ലച്ച് കുറച്ച് നേരെ അങ്ങോട്ട് പോകേണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് എനിക്ക് നല്ലൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് ഡെഡ് പെഡൽ അതിനകത്ത് സെറ്റായിട്ട് വരും. ഒരു ബ്ലോക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാല് വയ്ക്കുക. ഇപ്പോൾ പോകുന്നൊരു സമയത്ത് ഞാൻ ആ ഡെഡ് പെഡലിൻ്റെ മുകളിൽ കാല് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്.
പിന്നെ റെയർ സീറ്റ് വരാണെങ്കിലും അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വളരെ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ലെഗ് സ്പേസ് കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. അപ്പം ലെഗ് സ്പേസിനേക്കാളും കൂടുതൽ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം തൈ സപ്പോർട്ട് ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ബാക്കിലേക്ക് ഇരുന്ന് പോകുന്ന ഒരു സമയത്ത് 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പിന്നെ ബൂട്ട് മാത്രമാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ കാറിന് മേലെ ഒരു ബോക്സ് ഉള്ളത്. അത് ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്. കുറച്ച് കുറവെന്നല്ല, അതായത് ഇപ്പോൾ 5 പേരുണ്ട്, 5 പേരും വേറെ വേറെ വീട്ടിൽ നിന്നാണ് വരുന്നത്, ട്രിപ്പ് പോകാൻ വരുന്ന ആൾക്കാരാണ്. 5 പേർക്ക് ലഗേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മേലെയുള്ള വല്ല സെറ്റപ്പും ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ബൂട്ട് സ്പേസ് ഇല്ല. അപ്പം ലഗേജ് ഒരു ഇഷ്യൂ തന്നെയാണ് ഇതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈറ്റാനിയം വേരിയൻ്റ് ആണ്. ടൈറ്റാനിയം പ്ലസ് ഒക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് റിയർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വീണ്ടും 5 പേരുള്ള സമയത്ത് നമുക്ക് ആ റിയർ സീറ്റ് കൺവേർട്ട് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ 2 പേര് പോകുന്നൊരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കാർ ഫുള്ളി പാക്കായിട്ട് ഓടിക്കാം. അത് ഞാൻ അധികം സജസ്റ്റ് ചെയ്യാറില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ കാർ നിറച്ച് ഓടിച്ച് വരുന്ന ഒരു സമയത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് എൻ ആക്സിഡൻറ്റ് ഓർ എൻ ഇൻസിഡൻറ്റ്, അപ്പോൾ നമ്മളെപ്പോഴും വേസ്റ്റ് കേസ് സിനാരിയോ ആണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുകയല്ല. പക്ഷേ ഇൻ കേസ് ഓഫ് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നമ്മളെപ്പോഴും നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ലഗേജ് ഉണ്ടല്ലോ, അത് എവിടെ വേണമെങ്കിൽ വന്നിടിക്കുക. അപ്പോൾ അന്ന് ഞങ്ങൾ കണ്ടത് കാറൊന്ന് ഇടിച്ചിങ്ങനെ കറങ്ങുക, അപ്പം മൊത്തം പെട്ടികളൊക്കെ വന്ന് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ പുറകിൽ ഇതുപോലെ കാറിൻ്റെ സീറ്റ് മടക്കി വെച്ചിട്ട് വന്ന് ഇടിച്ചതാണ്. അത് വേറെ ഏതോ കാറായിരുന്നു, ഈക്കോ സ്പോർട്ടിലല്ല, ബട്ട് ഞാനന്ന് ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു സമയത്ത് കണ്ടതാണ്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ കാറിലാണെങ്കിൽ പോലും ഇങ്ങനെ ചവറെറിയുന്ന പോലെ എറിഞ്ഞിട്ട് ലഗേജ് പാക്ക് ചെയ്യരുത്. ഒരു അടുക്കും ചിട്ടയോടും കൂടി വെക്കുക. അതായത് ഇൻ കേസ് കാർ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാലും ഈ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാത്ത രീതിയിൽ പാക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ വരുന്ന സമയത്ത്, അതായത് അഗെയിൻ ടൈറ്റാനിയം പ്ലസ് വരുന്ന ഒരു സമയത്ത് ഇതിനകത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും. അതായത് സീറ്റ് പൊക്കും താത്തും ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ലിവറേജ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഇത്രയും ഓടിയൊരു വണ്ടിയാണ്, 1 ലക്ഷത്തിന് മേലെ ഓടിയ വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിലും എനിക്ക് ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരിക്കലും മോശമാവുന്ന രീതിയിലോ അങ്ങനെ തോന്നുന്നില്ല. ഓവർ ദ ഇയേഴ്സോ അങ്ങനത്തെ ഒരു പ്രശ്നമേ തോന്നുന്നില്ല. പ്ലാസ്റ്റിക് ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് പോകും. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാർ ഇറങ്ങിയ ഒരു സമയത്ത് ലോങ് ബാക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഇത് ഇറങ്ങിയ ഒരു സമയത്ത് ഈ ഡിഡ്ന്റ് ഗോട്ട് ദ റൈറ്റ് അറ്റൻഷൻ എന്ന് എനിക്കൊരു ഫീലുണ്ട്. കാരണം ഒരു ബേസിക് യൂസേജിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡാഷ് ക്യാംസ് വരുന്നില്ല. അത് എനിക്കൊരു പോരായ്മയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഞാനും ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ക്യാം ഇവിടുന്ന് നമുക്ക് ചാർജിങ് പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. 2 പോർട്ടാണ് ഉള്ളത്. അപ്പോൾ ആ 2 പോർട്ടിൽ ഒരു പോർട്ട് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, ഒരു പോർട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യണം, അതായത് ഡാഷ് ക്യാമിന് യൂസ് ചെയ്യണം. ഡാഷ് ക്യാമിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയറിൽ ഡാഷ് ക്യാം വയ്ക്കണമെങ്കിൽ 2 ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 6 എയർ ബാഗ് യൂണിറ്റ് ഉള്ള വണ്ടിയാണ് നോക്കുന്നത്. സൈഡിൽ കൂടെ ഇതിൻ്റെ ലൈൻസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാൻ പറ്റില്ല. കാരണം അതായത് വർക്ക്ഷോപ്പിലുള്ള നമ്മുടെ ചേട്ടൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തുന്ന ആ ഒരു നിമിഷം സൈഡിലുള്ള എയർ ബാഗ്സ് എല്ലാം ഡിപ്ലോയ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ബാക്കിൽ നമുക്ക് ഡാഷ് ക്യാം വയ്ക്കണമെങ്കിൽ അത് പുറത്തു കൂടെ തന്നെ റൗട്ട് ചെയ്യണം. പുറത്തു കൂടെ എന്ന് ഉദ്ദേശിച്ചത് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. കാറിൻ്റെ പുറത്തു കൂടെ എന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബൂട്ട് തുറക്കുന്നത് മേലേക്കല്ല, സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വയർ ഡയറക്റ്റ് ആയിട്ട് മേലെ നിന്ന് കണക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ വയർ സൈഡിൽ കൂടെ വന്നാൽ വയർ ലെങ്ത്തും എല്ലാം തന്നെ കുറച്ചും കൂടെ മേലെയാണ്. അപ്പം റെയർ ഡാഷ് ക്യാം വയ്ക്കുന്നത് കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതിനകത്ത് വരുന്ന ഒരു ഫീച്ചർ അല്ല. പിന്നെ നോയ്സും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വലുതായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് ഡീസൽ എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശബ്ദം അറിയുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ തീരെ അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഒരു സീനല്ല. മാനുവൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കിക്ക് അറിയാൻ പറ്റും. ഇതുണ്ടോ 100 പോകുന്നത്, എന്നാലും 2000 RPM ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് കാലം കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കയറി പോവാണ്. ഞാൻ പിന്നെ ഫ്ലോർ ചെയ്ത് ഓടിക്കുന്ന ഒരാളാണ്. ഇക്കോ ബൂസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ റെഡ് ലൈൻ്റെ ആളായിരുന്നു ഫുൾ ടൈം. അപ്പോൾ ഞാൻ ഒരിക്കൽ സർവീസ് സെൻ്റർ ചോദിച്ചതാണ് റെഡ് ലൈൻ ചെയ്യുന്നത് മോശമാണോ. കാരണം ഞാൻ ബൈക്ക് ഓടിക്കുന്ന ആളാണ്. ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. മേ ബി നിങ്ങളിൽ പലരും പറയടോ ഇങ്ങനെയൊന്നും അല്ല വണ്ടി ഓടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് റെഡ് ലൈൻ ചെയ്യാറുണ്ട്. അപ്പം സർവീസ് സെൻ്ററിലുള്ള ആളെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആൾ ചോദിച്ചു ഹൗ ഓഫൻ ഡു യു റെഡ് ലൈൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വൺസ് എന്നാണ് പറഞ്ഞത്. വളരെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വണ്ടി ഞാൻ അത്രയും റെഡ് ലൈൻ ചെയ്ത് ഓടിച്ചിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഓട്ടോമാറ്റിക് വന്നതിന് ശേഷം ഞാൻ അധികം റെഡ് ലൈൻ ചെയ്യാറില്ല. കാരണം ഓട്ടോമാറ്റിക് പെട്രോളിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അത്ര ടോപ്പ് ആൻഡ് പെർഫോമൻസ് ഇല്ല. അപ്പോൾ അധികം റെഡ് ലൈൻ ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ ഡീസൽ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം റെവ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ക്യാബിൻ നോയ്സ് ആണ്. ക്യാബിൻ നോയ്സ് എന്ന് പറയുന്നത് ഒരുപാടില്ല. പെട്രോൾ ആവുന്ന സമയത്ത് ഒട്ടും അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഡീസൽ ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു ശബ്ദം അറിയുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാബിൻ നോയ്സ് മെയിൻലി എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ തലവേദന വരും.
അപ്പോൾ അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് ഇടയ്ക്ക്. അതായത് പ്രൊലോങ്ഡ് ആയിട്ട് കാറിൽ ഇപ്പം 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ഡെയിലി ഓടിക്കുന്ന ഒരു സമയത്ത് ഒരേ ശബ്ദം, അതായത് അങ്ങനത്തെ ഒരു വൈറ്റ് നോയ്സോ അല്ലെങ്കിൽ വേറെ ഒരു സ്പെസിഫിക് സൗണ്ട് അങ്ങനെ കേൾക്കുന്ന ഒരു സമയത്ത് സൗണ്ട് ട്രിഗേർഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മൈഗ്രെയിൻ സ്റ്റാർട്ട് ആവും. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേടു ഇതെന്താണ് ഇത് കാറിനെ കുറിച്ചാണോ പറയുന്നത് അതോ ബയോളജിയാണോ പറയുന്നത് അല്ലേ? ഞാൻ ആക്ച്വലി കാറ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആസ് എൻ ഓണർ. അപ്പോൾ ഒരു പക്ഷേ ഇതൊരു കൺവെൻഷണൽ രീതിയിലുള്ള കാര്യമായിരുന്നു വരില്ല, ബട്ട് സ്റ്റിൽ യു സ്റ്റേ വിത്ത് മീ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ കോർണറിങ് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു മിനി SUV ആ ഒരു കാറ്റഗറിയിലേക്ക് വിടുന്ന ഒരു വണ്ടിയാണ്. അപ്പം കുറച്ചുകൂടെ ടോളർ ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് ബോഡി റോൾ ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോൾ ഹൈവേയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു 80 കൂടുതൽ സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം ഒരു 100, ലോങ് സ്വീപ്പിംഗ് കോർണർ ആണെങ്കിൽ 100, അല്ലാതെ സമയത്ത് ഞാൻ 80ൻ്റെ മുകളിൽ ഞാൻ ഒരു കോർണർ എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി റോൾ ഇഷ്യൂസ് ഇതിനുണ്ട്. പിന്നെ സിറ്റിയിൽ വരുന്നൊരു സമയത്തും നല്ല രീതിയിൽ, അതായത് നമ്മൾ ഒരു ഹമ്പ് നേരെ കയറി ഇറങ്ങുകയാണെങ്കിൽ പ്രശ്നമില്ല. അതായത് ആ ഹമ്പിന് ഒരു അണ്ടുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ കുഴി ഒരു സൈഡിൽ ഹമ്പ് ആണെന്നുണ്ടെങ്കിൽ കാർ ഇങ്ങനെ പോകുന്നൊരിതുണ്ട്. അപ്പം സീരിയസ്ലി ബോഡി റോൾ ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. അത് സ്പീഡിൽ പോകുമ്പോഴും അറിയാൻ പറ്റും, സിറ്റിയിൽ പോകുന്നൊരു സമയത്തും അറിയാൻ പറ്റും. അങ്ങനെ ഭയങ്കര അനോയിങ് ആയിട്ടുള്ളൊരു ബോഡി റോൾ ഇഷ്യൂ അല്ല, എടുത്തെറിയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫോം ഫാക്ടറുണ്ട്, ഈ ഒരു കാറിൻ്റെ ഫോം ഫാക്ടറുകൊണ്ട് ആ ഒരു ബോഡി റോൾ ഇഷ്യൂ അറിയുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈക്കോ ബൂസ്റ്റ് ഓടിച്ച സമയത്തും എനിക്ക് ബ്രേക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക്കലി വന്നപ്പോഴുള്ള എനിക്ക് ആദ്യത്തെ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ബ്രേക്കിംഗ് ആണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ആ ഒരു പുഷ് എപ്പോഴും ഉണ്ടാവില്ല, അതായത് എഞ്ചിൻ ഓൺ ആയിട്ടുള്ള അതിൻ്റെ ഒരു പുഷ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്രേക്കിംഗ് ഒരു ഇത്തിരി പുറകോട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓവർ ദ ടൈം ഞാൻ ഓടിച്ചൊരു സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ 30,000 കിലോമീറ്റേഴ്സിന് മേലെ ഓടിച്ചു കഴിഞ്ഞാൽ കാറ്, ആ ഒരു ഓവർ ദ ടൈം എനിക്ക് തോന്നുന്നത് ബ്രേക്കിംഗ് ഒരു ഇഷ്യൂ അല്ല, പെർഫെക്റ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കാറ് നിർത്താൻ പറ്റും. ഈവൻ 140 സ്പീഡ്സ് അങ്ങനെയാണെങ്കിൽ പോലും ജസ്റ്റ് ദാറ്റ് ഈ പറഞ്ഞ 140+ സ്പീഡ്സിൽ സ്റ്റിയറിംഗ് കുറച്ച് ലൈറ്റ് ആവും, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, ഇത് സ്പീഡ് പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇതുപോലെ വമ്പൻ ഹൈവേസ് കേരളത്തിന് പുറത്തുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ലീഗലായിട്ട് തന്നെ വളരെ ഹൈ സ്പീഡ് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ആ ഒരു സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാറിൻ്റെ വില ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് ഡിസ്കണ്ടിന്യൂ ചെയ്തതിനു ശേഷം ഈക്കോ സ്പോർട്ടിൻ്റെ വില ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ചില വണ്ടികളുടെ വില മേലോട്ട് പോവുകയാണ് കണ്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എൻഡവറാണെങ്കിൽ പോലും നല്ല എൻഡവറിൻ്റെ കോസ്റ്റും നല്ല ഈക്കോ സ്പോർട്ടിൻ്റെ കോസ്റ്റ് ആയാലും മേലോട്ട് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ആ ഈക്കോ ബൂസ്റ്റ് വിറ്റൊരു സമയത്തും എനിക്കൊരു കോമഡി ഉണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഈക്കോ ബൂസ്റ്റ് വാങ്ങിയ വില ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ഞാൻ അതേ വിലയ്ക്കാണ് ഞാൻ തിരിച്ച് വിറ്റതും. അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, 1 ലിറ്റർ ഈക്കോ ബൂസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, പിന്നെ അതൊരു എന്തൂസിയാസ്റ്റ് വണ്ടിയൊക്കെയാണ്. അപ്പം ഞാനിത് OLX-ലിട്ടു. ആ ഒരു സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞു. അയാൾ വന്ന് വണ്ടി ഓടിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കോസ്റ്റ് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബാർഗെയിനിങ് ഒന്നും വേണ്ടേ, എന്നാൽ പിന്നെ കുറച്ചുകൂടെ കൂട്ടി പൈസ ചോദിക്കായിരുന്നു. ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10 ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കാണുന്ന കാലിൽ താഴ്ത്തും. അയാൾ പറഞ്ഞു 2 ദിവസമായിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പൈസ ആയിട്ട് വരാം, OLX-ന്ന് ആഡ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ അയാളൊരു അഡ്വാൻസ് തന്നു, ഞാൻ ആഡ് എടുത്ത് മാറ്റി. 2 ദിവസം കഴിഞ്ഞ് അയാൾ വന്നു, കാശ് തന്നു, അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇറ്റ് വാസ് സോ സിമ്പിൾ ലൈക്ക് ദാറ്റ്. റീസെയിൽ വാല്യൂ മാനുഫാക്ചർ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് പോലും റീസെയിൽ വാല്യൂ കയറി നിൽക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഞാനിത് വാങ്ങുന്നൊരു സമയത്തും അത്യാവശ്യം പ്രൈസ് തന്നെയാണ്, അത്യാവശ്യം വാല്യൂ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അധികം ഓടിയ വണ്ടിയായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു 10,000 ലെസ് കിലോമീറ്റേഴ്സ് ഓടിയ ഒരു വണ്ടിയാണ് നോക്കി. അപ്പം ഞാൻ വാങ്ങിച്ചൊരു സമയത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു അത്, ഡോക്ടർ യൂസ്ഡ് വണ്ടിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി അധികം ഓടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു വണ്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈലേജ് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ വണ്ടികളാകുമ്പം ഇപ്പം ആ ഈക്കോ ബൂസ്റ്റിന് എനിക്ക് കിട്ടിയിരുന്നത് 12 to 14 ഹൈവേയിൽ സുഖസുന്ദരമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഡീസലാണ്. ഡീസൽ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 16 അല്ലെങ്കിൽ 16+ ഒക്കെ മൈലേജ് കിട്ടുന്നതാണ് കേട്ടെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. അതായത് ഹൈവേയിലൊക്കെ ആണെങ്കിൽ എനിക്ക് 12 ഒക്കെ കിട്ടുന്നുണ്ട്. സിറ്റിയിലാണത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പുഷ് ചെയ്ത് ഓടിക്കുന്നതുകൊണ്ട് ആയിരിക്കാം എനിക്ക് ചിലപ്പോൾ 8ഒക്കെയാണ് കിട്ടുന്നത്. അതായത് സൂപ്പർ കാർ ലെവലിലാണ് ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീഡിൻ്റെ കാര്യത്തിലല്ല, മൈലേജിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം മൈലേജ് നന്നായിട്ട് ഡ്രോപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത്. ബട്ട് ഹൈവേ പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുഷ് ചെയ്തിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. ആ ഒരു സമയത്ത് പോലും എനിക്ക് അധികം മൈലേജ് ഡ്രോപ്പ് പോകുന്നില്ല. 12 ബേസ് ലൈനാണ്, 12 to 14 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈക്കോ സ്പോർട്ട് ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇതൊരു ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു കാറാണ്. അപ്പോൾ ഈ ഒരു കാറിന് ടേക്കേഴ്സ് ഉണ്ടോയെന്ന് ഒന്നും അറിയില്ല. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ്
ഞാൻ കാറുകളും എക്സ്റ്റെൻസീവായിട്ട് ഓടിക്കുന്നുണ്ട്. എൻ്റെ വ്യൂസ് എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ആവശ്യമുണ്ട്. ഞാനിതൊരു വലിയൊരു കാർ റിവ്യൂ അങ്ങനത്തെ ഒരു രീതിയിലൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് ഓടിച്ച കാറുകൾ മാത്രം എനിക്കൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കാറുകൾ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ലോങ് ഓടിക്കാൻ എനിക്ക് കുറച്ച് വണ്ടികൾ കിട്ടുന്നുമുണ്ട്. ലോങ് ഓടിച്ചിട്ട് മാത്രം ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂന്ന് ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാം യു ഹാവ് ഹിഡൻ ടാലൻറ്റ്, കീപ്പ് ഇറ്റ് ഹിഡൻ, അങ്ങനെ വേണമെങ്കിലും പറയുന്നുണ്ട്, ഒരു തെറ്റില്ല. ബട്ട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഇതൊരു മോസ്റ്റ്ലി ഒരു POV ആണ്. കാരണം ഞാൻ ബൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ POV ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ POV ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ POVയിൽ സ്റ്റിക്ക് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അങ്ങനെ എല്ലാ കാറുകളും എടുത്ത് മേജറായിട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാറുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കത് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ മലയാളത്തിൽ തന്നെയാണ് വലിയ വലിയ ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റുകളുള്ള, ഇപ്പോൾ ഹാനിക്ക പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂസ് കാറിനെ കുറിച്ചുള്ള ധാരണ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നിയ പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് പോലെ ഒരു ട്രിപ്പിന് പോകുന്ന ആൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചില കാറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണേൽ പരിചയപ്പെടുത്താം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ കാറിൻ്റെ വീഡിയോ ആണ് ഈ ചാനലിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻ്റ് ഇടുക എന്ത് തോന്നുന്നു എന്നുള്ളത്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്തായാലും ബൈക്ക് തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.